ഗുഡ് ഈവനിങ് എവരി വൺ. എൻ്റെ പേര് വിഷ്ണു ആണ്. ഞാനൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രഡക്ഷൻ ടു ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ള ഒരു ചെറിയൊരു ഡിസ്കഷനാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് നമ്മൾ 3 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിൽ എനർജി ട്രാൻസിഷനിലുള്ള റോൾ എന്താണ്, ഇലക്ട്രിക് വെഹിക്കിളിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വരും ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ വരുന്ന സെക്ഷനുകളിൽ നമ്മൾ കാറുകളിലുള്ള ചാർജിങ് ടെക്നോളജി എന്താണ് ഇലക്ട്രിക് കാറുകളുള്ളത്, അതുപോലെ എങ്ങനെയാണ് ഇലക്ട്രിക് കാറുകൾ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡായിട്ടുള്ള സെക്ഷൻസും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വരും ക്ലാസ്സുകളിൽ. അതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ റോൾ ഓഫ് EV ഇൻ എനർജി ട്രാൻസിഷൻ, ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് 2 കീ പോയിന്റ്സ് ആണ് നമ്മൾ ബേസിക്കലി ഈ ഒരു എൻ്റെ സെഷനിൽ പറയാൻ പോകുന്നത്. നമ്മളൊരു ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽ ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളുകളിലേക്ക് മാറണം, അങ്ങനെ ഒരു എനർജി ട്രാൻസിഷനിലേക്ക് പോകാനായിട്ട് EVക്കുള്ള ഒരു റോൾ എന്താണ്, അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് എനർജി ട്രാൻസിഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് വലിയൊരു ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ നമുക്ക് EVs അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ, ഇതിന് ടെയിൽ പൈപ്പ് എമിഷൻ ഇല്ല, നമുക്ക് പൊല്യൂഷൻ ഇല്ല ഇലക്ട്രിക് വെഹിക്കിളുകളുടെ. അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ഫോസിൽ ഫ്യൂൽ വെഹിക്കിളുകളെ വെച്ച് നോക്കുമ്പോൾ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആധികാരികമായിട്ട് വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് റിന്യൂവബിൾ സോഴ്സ് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ പാനൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എനർജി കൊണ്ടോ, അല്ലെങ്കിൽ വിൻഡ് മിൽസിൽ നിന്ന് വരുന്ന എനർജി കൊണ്ടോ, അല്ലെങ്കിൽ ടൈഡൽ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന എനർജി കൊണ്ടോ, കറണ്ട് കൊണ്ടോ നമുക്ക് ചാർജ് ചെയ്യാം. അതുമാത്രമല്ല നമ്മളൊരു ഹെൽത്ത് ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ പൊല്യൂഷൻ കാരണം പല ആളുകൾക്കും ശ്വാസമുട്ട, ആസ്മ, ബ്രോങ്കൈറ്റിസ്, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒക്കെ ഈ വെഹിക്കിളിന്റെ പൊല്യൂഷൻ കാരണവും ഒരു വലിയൊരു കാരണം വെഹിക്കിളിന്റെ പൊല്യൂഷനാണ്. അപ്പൊ അതും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ EV ഒരുപാട് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ ഓൺ വീൽസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വെച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ആധുനികമായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക്, ആ ഒരു സൈഡിലേക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യാനും ഒരു ഗ്രീൻ ടെക്നോളജി സെക്ടർ ഉണ്ടാക്കിയെടുക്കാനും EVക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭാവിയിലേക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ നിന്ന് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത വളരെയധികം കൂടുതലാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് പറയാൻ പോകുന്നത് എന്താണ് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ, അല്ലെങ്കിൽ ഒരു കറണ്ടിൽ ഓടുന്ന ഒരു വണ്ടിയുടെ ഡെഫിനേഷൻ എന്താണ്, ഒരു ബുക്കിൽ പറയുന്ന ഒരു ഡെഫിനേഷൻ എന്താണ്. എനി വെഹിക്കിൾ പ്രൊപ്പൽഡ് ബൈ ആൻ ഇലക്ട്രിക് ഡ്രൈവ് ട്രെയിൻ ടേക്കിംഗ് പവർ ഫ്രം എ റീചാർജബിൾ ബാറ്ററി വിച്ച് ഈസ് മാനുഫാക്ചർഡ് ഫോർ യൂസ് ഓഫ് പബ്ലിക് റോഡ്സ്. ഇതിന്റെ അകത്ത് മെയിൻ ഡെഫിനേഷനിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡ്രൈവ് ട്രെയിൻ ആണ്. അതിന്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് മോട്ടറാണ്. അത് പവർ എടുക്കുന്നത് എവിടെ നിന്നാണ്? ഒരു റീചാർജബിൾ ബാറ്ററിയിൽ നിന്നാണ്. റീചാർജബിൾ ബാറ്ററിയിൽ നിന്ന് പവർ വരുന്നു, ആ പവർ ഉപയോഗിച്ചിട്ട് മോട്ടോർ വർക്ക് ചെയ്യുന്നു, ആ മോട്ടറിൽ നിന്നുള്ള പവർ വീലിലേക്ക് വരുന്നു, വണ്ടി ചലിക്കുന്നു. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഡെഫിനേഷൻ, ബുക്കിലുള്ള ഒരു ഡെഫിനേഷൻ. അടുത്ത സൈഡിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ്, എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിനുശേഷം എന്ത് സംഭവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ശരിക്കും 19th സെഞ്ചുറിയിൽ ആദ്യം ഉണ്ടായിരുന്ന കാറുകൾ, നമുക്ക് ആദ്യമായിട്ട് ബിൽഡ് ചെയ്ത കാറുകളൊക്കെ 19th സെഞ്ചുറിയിൽ ആദ്യം ഉണ്ടായിരുന്ന കാറുകളൊക്കെ ശരിക്കും ഇലക്ട്രിക് വെഹിക്കിളുകൾ തന്നെയായിരുന്നു. പക്ഷെ അവയ്ക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അവർക്ക് ബാറ്ററി ടെക്നോളജി, ആ വാഹനങ്ങളുടെ ബാറ്ററി ടെക്നോളജി ഭയങ്കര വീക്കായിരുന്നു. അതുമാത്രം റേഞ്ച് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം കൊടുക്കുമായിരുന്നു. അപ്പൊ ഈ എൻഡ് ഓഫ് 19th സെഞ്ചുറിയിലാണ് ഇലക്ട്രിക് വെഹിക്കിളുകൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ബിഗിനിങ് ഓഫ് 20th സെഞ്ചുറി ആയപ്പോഴത്തേക്കും ഫോസിൽ ഫ്യൂൾഡ് വെഹിക്കിൾസ് ധാരാളം ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവ തമ്മിലൊരു കോമ്പറ്റീഷൻ വന്നു. പക്ഷെ ഈ പോരായ്മകൾ ഉള്ളതുകൊണ്ട് ഫോസിൽ ഫ്യൂൽ വാഹനങ്ങൾ ഭയങ്കരമായിട്ട് കച്ചവടമല്ല, ഒരു ആളുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തെക്കാളും EVനേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ട് തോന്നിയുകൊണ്ട് ആളുകൾ അത് ഒരുപാട് മേടിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഫോർഡ് മാർക്കറ്റിലേക്ക് വരുന്നത്. ഒരു മോഡൽ T എന്ന് പറഞ്ഞൊരു വാഹനം ഇറക്കി. അത് ഭയങ്കര സക്സസ്ഫുൾ ആയി. പിന്നെ ഈ ഒരു സമയത്താണ് അബണ്ടന്റ് ആയിട്ട് ചീപ്പായിട്ടുള്ള ഫ്യൂവൽസ് അവൈലബിൾ ആയി തുടങ്ങി. നമ്മുടെ ഡീസലും പെട്രോളും ഒക്കെ നമുക്ക് ചീപ്പായിട്ട് അവൈലബിൾ ആയി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫോസിൽ ഫ്യൂവൽ വാഹനങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു അത്. അങ്ങനെ ഈ പോരായ്മകൾ കാരണം ഇലക്ട്രിക് വെഹിക്കിളുകൾ മാർക്കറ്റിൽ നിന്ന് പോവുകയും നമുക്ക് IC വാഹനങ്ങളുടെ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളുടെ ഒരു അതിപ്രസരമാണ് പിന്നെ നടന്നത്.
പിന്നെ ഇപ്പൊ നിലവിലൊരു കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ടെക്നോളജിക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ആയി. മോട്ടോർ ടെക്നോളജി, അതുപോലെ ബാറ്ററിയിലുള്ള ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകെ മാറി. നമുക്കിപ്പോൾ വീണ്ടും ഒരു EV-യിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പേഴ്സ് മാർക്കറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു റെപ്രസെന്റേഷൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പൊ ഇങ്ങനെ പറയാം, നമുക്ക് ആദ്യം നമുക്ക് എയർലി എൻഡ് ഓഫ് ദ 19th സെഞ്ചുറി EVs ആയിരുന്നു. അതിനുശേഷം 20th സെഞ്ചുറിയിൽ IC അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽ വാഹനങ്ങൾ ഭയങ്കര പ്രബലമായിട്ട് മാർക്കറ്റിൽ വന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു 21 സെഞ്ചുറി ആയി കഴിഞ്ഞപ്പോൾ ബാറ്ററി ചാർജഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ഒരു മാറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അപ്പൊ 2020 ഡേറ്റ പ്രകാരം 11 മില്യൺ വാഹനങ്ങൾ റോഡിലുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2040 പ്രഡിക്ഷൻ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 149 ബില്യൺ വാഹനങ്ങളായിട്ട് ഷൂട്ടപ്പ് ചെയ്യുമെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിളിന് അത്രയധികം സാധ്യതകൾ ഉണ്ടെന്നാണ് നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോയിൽ കൂടി ജസ്റ്റ് കാണിക്കാം. ആ ഒരു ഹിസ്റ്ററി എന്താണ്, ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നു, അതൊന്ന് ജസ്റ്റ് കാണിക്കാം. As early as the 19th century, many cars on the road were already electric and appearing in newspaper ads like this one in Pittsburgh. But in 1908, Henry Ford introduces the gas-powered Model T, and until 1927, Ford would perfect the assembly line and build some 15 million Model T cars. It won't be until the mid-60s when we start seeing electric cars come back, mostly concept models like the Henny Kilowatt. In the late 90s, the world gets its glimpse of hybrids, among them the Toyota Prius, which rolls into America dealerships in 2000. 3 years later, Tesla forms, and in 2008, the company debuts the Roadster sports car. It's followed by the Model S, Model X, Model 3, and more. At the same time, Asia proves to be a dominant player. The Nissan Leaf becomes the world's best-selling EV in 2010, and China becomes the world's biggest EV market ever. Its billionaire investors include Jack Ma and Warren Buffett. അതാണ് ഒരു വീഡിയോ. ഈ വീഡിയോ കണ്ടവർക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇതിൻ്റെ അത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു വേർഡ് വീഡിയോ പറയണ്ടായി. ഹൈബ്രിഡ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മുടെ ഫ്യൂസിൽ ഫ്യൂൾഡ് വെഹിക്കിളും ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഇടയിൽ മീൻസ് രണ്ടിന്റെ ഒരു സങ്കരമാണ് ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ബേസിക്കലി നമുക്ക് ഫ്യൂൽ അടിക്കാനും പറ്റും, അറ്റ് ദ സെയിം ടൈം അതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട്. പ്ലഗ് ഇൻ ഹൈബ്രിഡും ഉണ്ട്, വെറും ഹൈബ്രിഡും ഉണ്ട്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ആ പവർ വെച്ച് നമുക്ക് മീൻസ് ഫ്യൂവലിൽ ഓടും, അത് കുറച്ച് റേഞ്ച് നമുക്ക് ബാറ്ററിയിൽ ഓടാൻ പറ്റും. അതാണ് ബേസിക്കലി ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ടൊയോട്ടയുടെ ഹൈബ്രിഡിനെ പറ്റി അതിന്റെ ഇടയ്ക്ക് പറയണ്ടായിരുന്നു. അപ്പൊ ഇൻ കേസ് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്ക് ബെനിഫിറ്റ്സിലേക്ക് പോവാം. എന്താണ് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ഒരു വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമുക്ക് 4 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സസ്റ്റൈനബിലിറ്റി, എഫിഷ്യൻസി, എക്കണോമി, കൺവീനിയൻസ്. ഈ 4നെ പറ്റി നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. സസ്റ്റൈനബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ EVക്ക് ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെ ടെയിൽ പൈപ്പ് എമിഷൻ ഇല്ല. കാരണം ബേസിക്കലി ബാറ്ററിയിൽ നിന്ന് വരുന്ന പവർ മോട്ടറിലേക്ക് വരുന്നു, അതിനുശേഷം ആ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് 4 ടയറിലേക്ക് പവർ വരുന്നത്. അപ്പൊ ശരിക്കും ഇവിടെ ഒരു ഫ്യൂല് കത്തിക്കുക, എന്നിട്ട് ആ ഫ്യൂല് വെച്ചിട്ട് പിസ്റ്റൺ ചലിക്കുക, അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ മെയിൻ എയർ പൊല്യൂഷൻ ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ്, അതുപോലെ തന്നെ നൈട്രിക്സ് ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്, നോക്സ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് EVയിലില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ എയർ പൊല്യൂഷൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാൻ ഒരുപാട് പറഞ്ഞതിന് പകരം നമുക്ക് ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. All of us, but it's not always clean. It often contains dangerous pollutants, especially in urban areas. As a result, hundreds of thousands of Europeans a year die prematurely. This must change, and it can. A major cause of air pollution is vehicles that run on fossil fuels. Most of the cars we drive, the buses we ride in, and the trucks and vans that carry our goods still emit dangerous pollutions such as nitrogen oxides and particulate matter. These emissions reduce our life expectancy by putting us at greater risk for things like strokes, heart disease, and lung disease. That is why we need to drastically limit vehicle emissions. The move towards electric vehicles is reducing fleet-wide emissions in Europe, but this transition will take time.
So for now, we also need to lower the emissions നമുക്ക് പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന മെയിൻ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. നമുക്ക് പല പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ പൊല്യൂഷൻ എങ്ങനെയാണെങ്കിലും മാക്സിമൈസ് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് അടുത്തൊരു are full of us, but it's not always clean. ഈ വീഡിയോയിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് വെഹിക്കിളും ഒരു ഫോസിൽ ഫ്യൂൾ പവേർഡ് ആയിട്ടൊരു കാറും, രണ്ടും കാറുകൾ തന്നെയാണ്. അവ രണ്ടും ഉണ്ടാക്കുന്ന ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഒരു എമിഷന്റെ അളവ് വെച്ചിട്ട് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ എത്രമാത്രം പ്രകൃതിക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുകയാണ്. എത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ഈ രണ്ട് വാഹനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. Here's a question. How much cleaner are battery electric cars compared to gasoline-powered cars? To find out, the Union of Concerned Scientists studied the total global warming emissions of each vehicle throughout every stage of its life, from manufacturing to driving to disposal. And there's a big difference. Both cars start out on the assembly line with similar parts made of raw materials like steel and aluminum. For a gasoline car, this manufacturing and assembling stage generates about 7 tons of emissions. Battery electric cars, meanwhile, are powered by, you guessed it, a large battery. This requires more energy and materials to produce for an 84-mile range battery electric car, bringing its emissions tally up to roughly 8 tons. But what happens when they hit the road? Gas-powered cars produce pollution with every gallon of gas they burn, with even more emissions coming from extracting, refining, and transporting the fuel to gas stations. Electric cars, on the other hand, run on electricity, which can be much cleaner than gasoline, depending on how the electricity is made. 2/3 of Americans live in regions where charging an electric car produces fewer global warming emissions than driving even a 50-mile-per-gallon gasoline car. By the end of their lives, the average gas car will rack up 57 tons of global warming emissions, compared to 28 tons for a battery electric car. Disposing and recycling each car adds less than 1 ton of emissions. And remember that electric car battery? It can be recycled or reused. In the final tally, an 84-mile range battery electric car cuts global warming emissions by more than 50% compared with a similar-sized gas-powered car, making up for the battery's manufacturing emissions within 1 year of driving. And as the country adds more and more renewable sources of electricity, driving electric will get even better. So there you have it, straight from the engineers at the Union of Concerned Scientists. Electric cars, clean and getting cleaner. ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് തന്നെ പവർ വെച്ചിട്ടാണ് നമ്മുടെ വെഹിക്കിൾ ഓടുന്നതെങ്കിൽ നമുക്ക് പൊല്യൂഷൻ ടോട്ടലി സീറോ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എനിക്കൊരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്, ഞാനത് ചാർജ് ചെയ്യുന്നത് തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി കൽക്കരി കത്തിച്ചിട്ടാണ് ഇവിടെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് ശരിക്കും ക്ലീൻ അല്ല. നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണെങ്കിലാണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു ക്ലീനർ ആയിട്ടുള്ള ഒരു ടോട്ടൽ സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ക്ലീനർ ഫ്യൂവൽ എന്താണെന്നുള്ളത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൂടി കാണിക്കാം. സോഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞൊരു വീഡിയോ ആണ്. Carbon dioxide emissions. Electric cars also need electricity to run, and that electricity has to come from somewhere. It can come from a coal plant, which is a big source of emissions, or it can come from a lower polluting source like natural gas, wind, or solar energy. In other words, how clean the car is depends on the source of the electricity. ഈ വീഡിയോ ഇപ്പോൾ അവർ പറഞ്ഞു കേട്ടോ, ഹൗ ക്ലീൻ ഈസ് ദ കാർ ഡിപ്പെൻഡ് അപ്പോൺ ദ സോഴ്സ് ഓഫ് ദ ഇലക്ട്രിസിറ്റി. നമ്മൾ എങ്ങനെ പവർ ജനറേറ്റ് ചെയ്യുന്നുള്ളത് നമ്മുടെ EV സസ്റ്റൈനബിൾ പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Carbon dioxide emissions. Environmentally car is depends on the source of the electricity. But electric cars are still more environmentally friendly than cars that run on fossil fuels like gasoline and diesel, which release carbon dioxide into the atmosphere. If you remember from science class, carbon dioxide is one of many greenhouse gases that trap heat in the Earth's atmosphere and contribute to global warming. The US transportation sector is the largest emitter of greenhouse gases.
Globally, EVs represent only about 3% of car sales, but that number is growing. China is the largest carbon dioxide polluter in the world, but it actually has the largest stock of electric cars and the largest fleet of electric buses. Carbon dioxide അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. When electric vehicles are charged from electrically generated renewable sources like windmill, solar plant, the emission due to electricity generation is zero. ഞാൻ കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് റിന്യൂവബിൾ ആണെങ്കിൽ, വിൻഡ്മില്ല്, സോളാർ അല്ലെങ്കിൽ ടൈഡൽ അങ്ങനെയുള്ള സോഴ്സ് ആണെങ്കിൽ എമിഷൻ ഡ്യൂ ടു ഇലക്ട്രിക് ജനറേഷൻ ഈ സീറോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് നോക്കി കഴിയുമ്പോൾ നമ്മുടെ സോഴ്സും റിന്യൂവബിൾ ആണെങ്കിൽ എനർജി ട്രാൻസിഷന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നമുക്ക് ശരിക്കും ഫുള്ളി റിന്യൂവബിൾ ആയിട്ടൊരു എനർജി സോഴ്സിലേക്ക് മാറാനുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പവർ ജനറേറ്റ് ചെയ്യുന്ന റിന്യൂവബിൾ ആയിട്ടുള്ള ടൈഡൽ ആവട്ടെ, സോളാർ പാനൽ ആവട്ടെ, അല്ലെങ്കിൽ സൺ ആവട്ടെ, അല്ലെങ്കിൽ വിൻഡ്മില്ലാവട്ടെ, ഇതിന്റെ ഒന്നും ജനറേഷൻ കോൺസ്റ്റന്റ് അല്ല, ഇതെല്ലാം വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് കറണ്ട് കൂടുതൽ വേണ്ട സമയത്ത് ചിലപ്പോൾ വെയിലുണ്ടായിരുന്നു വരില്ല, അല്ലെങ്കിൽ കാറ്റുണ്ടായിരുന്നു വരില്ല, അങ്ങനെയുള്ള പല ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു എനർജി ട്രാൻസിഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി മോഡലിലേക്ക് മാറാൻ പറ്റാത്തത്. അപ്പോൾ അവിടെ നമുക്ക് ഇവിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇവിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഒരു വലിയ ബിഗ് ബാറ്ററി ഓൺ വീൽസ് ആണ് ബേസിക്കലി. അപ്പൊ നമുക്ക് സർപ്ലസ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി ഈ വാഹനങ്ങളിൽ സ്റ്റോർ ചെയ്യാനും അത് തിരിച്ച് ഗ്രിഡിലേക്ക് കൊടുക്കാനും നമുക്ക് സാധ്യതകളുണ്ട് ഒരുപാട്. നമ്മൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെത്തേഡിന് പറയുന്ന ഒരു പേരാണ് വെഹിക്കിൾ ടു ഗ്രിഡ് എന്നാണ് ഇതിന് പറയുന്നത്. ബേസിക്കലി നമ്മൾ സോളാർ എനർജി അല്ലെങ്കിൽ വിൻഡ് എനർജി ഉപയോഗിച്ചിട്ട് വാഹനങ്ങൾ രാത്രി ചാർജ് ചെയ്യും. അതിനുശേഷം പകല് പീക്ക് ഹവേഴ്സിൽ കറണ്ട് കൂടുതലുള്ള സമയത്ത് ഗ്രിഡിൽ പവർ ഷോർട്ടേജ് അല്ലെങ്കിൽ ഓവർലോഡ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് തന്നെ ഗ്രിഡിലേക്ക് പവർ കൊടുക്കും തിരിച്ച്. ആ ഒരു ഫംഗ്ഷൻ ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് വെഹിക്കിൾ ടു ഗ്രിഡ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ന്യൂവോ എന്ന് പറഞ്ഞ ഒരു യൂറോപ്പിലുള്ള ഇവർ അഗ്രിഗേറ്റേഴ്സ് ആണ്. ഇവര് വെഹിക്കിളിൽ നിന്ന് ഗ്രിഡിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂറോപ്പിലുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ഒരു വീഡിയോ ജസ്റ്റ് കാണിക്കുന്നത്, ഒന്ന് ശ്രദ്ധിച്ച് കാണാം. Have you ever thought about where your electricity comes from and how it contributes to climate change? We know renewable energy like solar or wind is good for the planet, but the sun doesn't always shine and the wind doesn't always blow. So we keep relying on fossil fueled power. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു റിന്യൂവബിൾ എനർജി സോഴ്സസ് കോൺസ്റ്റന്റ് അല്ല, അത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവരിവിടെ മെൻഷൻ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഫോസിൽ ഫ്യൂവൽസിൽ തന്നെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Have you ever thought about where your electricity comes from? So we keep relying on fossil fueled power. To solve for the irregular nature of renewable energy, we need to store it so we can use it whenever we need. One solution comes from an unexpected source: electric vehicles. EVs not only reduce harmful emissions, but can also help stabilize the energy grid through a proven, reliable technology called vehicle-to-grid, or V2G, from Nuvi. Nuvi's technology was first developed over 20 years ago and is being used all over the world. Instead of just pulling power from the grid, V2G allows a vehicle's battery to store energy, including renewables, and then safely discharge part of that energy back to the grid when it's needed most. With V2G, a fleet like electric buses could be charged overnight when energy demand is low, drive their regular schedule, and then discharge energy back to the grid while parked. Nuvi's technology also allows batteries from multiple vehicles to be combined into a virtual power plant, or VPP. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഇവരിപ്പോൾ പറയുന്നത് നമുക്കൊരു ഫ്ലീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ ഉള്ള ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ, ഇലക്ട്രിക് പവേർഡ് ആയിട്ടുള്ള സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ രാത്രി വാഹനങ്ങൾ ചാർജ് ചെയ്യും. അതിനുശേഷം പകല് നമ്മുടെ വാഹനത്തിന്റെ യൂസ് കഴിഞ്ഞതിന് ശേഷം ഗ്രിഡിൽ എന്തെങ്കിലും ഓവർലോഡ് കാര്യങ്ങൾ മീൻസ് ഗ്രിഡിലേക്ക് പവർ അഡീഷണൽ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് വാഹനങ്ങൾ ഒരുമിച്ച് നിർത്തിയിട്ട് ഗ്രിഡിലേക്ക് പവർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് അവർ സിമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. This combined energy can then be sold on energy markets.
or be used to provide what's known as grid services during peak times that help stabilize the grid and prevent blackouts. V2G also saves fleet owners money by charging when electricity rates are low and can even power buildings with low-cost energy stored in the EV batteries. All this is done while prioritizing battery health and ensuring that a vehicle has enough charge to perform its daily driving duties. New ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പൊ പലർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, ഞാൻ വാഹനം മേടിച്ചിട്ട് ചാർജ് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് തിരിച്ച് ഗ്രിഡിലേക്ക് തന്നെ കൊടുക്കണം? അത് ഒരു എന്താ പറയുക, എനിക്ക് എന്റെ ബെനിഫിറ്റ് എന്താണ്? ഇത് സമയവും കാര്യങ്ങളും നഷ്ടമല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചാർജ് ചെയ്യുന്നത് ബേസിക്കലി എനർജിക്ക് മീൻസ് കറണ്ടിന് ആവശ്യമില്ലാത്ത സമയത്താണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പീക്ക് ഹവറിലാണ് നമ്മൾ എനർജി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി അതിനൊരു ഇൻസെന്റീവ് ആയിട്ട് ഗവൺമെന്റ് നമുക്ക് എത്ര വാട്ട്സ് ആണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതിനൊരു പാരിതോഷികമായിട്ട് നമുക്ക് കാശായിട്ട് ഇങ്ങോട്ട് കിട്ടും. പിന്നെ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഇങ്ങനെ നമ്മൾ ചാർജ് ചെയ്യുന്നു വീട്ടിൽ, അതുകൂടാതെ ഗ്രിഡിലേക്ക് പവർ കൊടുക്കുന്നു, എന്റെ ബാറ്ററിക്ക് എന്തുമാത്രം ഇതെന്റെ ബാറ്ററിയുടെ ലൈഫിന് എന്തുമാത്രം ബാധിക്കുന്നുള്ളത് അതും ഇവര് വ്യക്തമായിട്ട് പറയണ്ടായിരുന്നു. അതെല്ലാം ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ട് എത്രമാത്രം ഡിസ്ചാർജ് ചെയ്യണം, മീൻസ് എത്രമാത്രം കൊടുക്കണം, അതിനൊക്കെ കറക്റ്റ് ആയിട്ട് അവർ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 30% താഴെ നമ്മളിപ്പോൾ 100% ചാർജ് ചെയ്തു, നമ്മുടെ ഇനിഷ്യൽ ഡേയിലുള്ള യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 70% ബാറ്ററി ഉണ്ടെന്ന് വെച്ചു, 30% വരെ ബാറ്ററി ഡിസ്ചാർജ് ആവും, ഗ്രിഡിലേക്ക് പോവുള്ളൂ. അതൊക്കെ പ്രോപ്പറായിട്ട് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ബാറ്ററിയുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ആയിട്ടാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. V2G generates revenue and reduces the overall cost of owning an electric vehicle by putting their batteries to use when parked and not being driven. We are accelerating the adoption of EVs and helping integrate renewable energy into the electric grid. Now that's something the whole planet can cheer about. To learn how Nuvi can help electrify your fleet, visit nuvi.com. ഈ വീഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്ക് വെഹിക്കിൾ ടു ഗ്രിഡിന്റെ സാധ്യതകൾ കാനഡയിൽ ഇപ്പം എത്രമാത്രം, എന്താണ് ഇതിന്റെ സ്റ്റാറ്റസ് ഞാനൊന്ന് ചെറിയ രീതിയിലൊന്ന് റിസർച്ച് എടുത്ത് നോക്കിയായിരുന്നു. അപ്പൊ നിലവിൽ നമുക്ക് വെഹിക്കിൾ ടു ഗ്രിഡ് 2020 തന്നെ കാനഡിയൻ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി പൈലറ്റ് പ്രോഗ്രാം ഇപ്പോഴും റണ്ണിംഗ് ആണ്. ബ്രോക്ക് യൂണിവേഴ്സിറ്റി, ഫ്രാൻഷോ കോളേജ്, ബ്രാംപ്ടൺ സിവിക് ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ ഇതിന്റെ പൈലറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഗവൺമെന്റ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന അവർ എയിം വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ വെഹിക്കിൾ ടു ഗ്രിഡ് സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യാനും EVയുടെ ബാറ്ററി ഉപയോഗിച്ചിട്ട് പീക്ക് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഉള്ള സമയത്ത് സ്റ്റെബിലൈസ്, എന്താ പറയുക, നമുക്ക് കറണ്ട് കൊടുത്തിട്ട് ആ ഒരു ഓവറായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഓവറായിട്ട് വേണ്ട സമയത്ത് ഗ്രിഡിനെ സ്റ്റെബിലൈസ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കാണ് കനേഡിയൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ട്രയലായിട്ട് പൈലറ്റ് ചെയ്യുന്നത്. ഇവിടെ ബേസിക്കലി എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിമാൻഡ് റെസ്പോൺസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു EV ഉണ്ട്, ഞാൻ ഈ ലൊക്കേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഓപ്റ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീറ്റ പ്രോഗ്രാം ആയിരിക്കും, എപ്പോഴും ട്രയൽ റൺ ആണ്. അപ്പൊ നമുക്ക് ഫോണിലൊരു ആപ്പ് നമുക്ക് മേ ബി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഗ്രിഡിന്റെ അകത്ത് ഓവർലോഡ് വരുന്നത് ഇത്ര വോൾട്ടേജ് നമ്മുടെ വാഹനങ്ങൾക്ക് ഉണ്ട്, മീൻസ് ഇത്ര കറണ്ട് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ ആ ഡെഡിക്കേറ്റഡ് ഏരിയയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡിലേക്ക് പവർ കൊടുക്കാം. നമ്മൾ എത്ര വാട്ടാണ് കറണ്ട് കൊടുക്കുന്നത് അതിന് പാരിതോഷികമായിട്ട് ഗവൺമെന്റ് നമുക്ക് അതിന്റെ ഒരു എമൗണ്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്നതാണ്. അതാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ EVസിന്റെ അഡോപ്റ്റേഷൻ കൂട്ടുക, കൂടുതൽ ആളുകൾ EV മേടിപ്പിക്കുക, അതുപോലെ തന്നെ വെഹിക്കിൾ ടു ഗ്രിഡ് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ എന്താ പറയുക പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആളുകളെ ബോധ്യപ്പെടുത്തുക. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിൻ ആൻഡ് ജനറേറ്റീവ് പവർ ഡ്യൂറിംഗ് പീക്ക് ഹവേഴ്സ്. ഏറ്റവും കൂടുതൽ കോസ്റ്റും മെയിൻറ്റെയിൻ ചെയ്യാനും പാടുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കറണ്ട് ഉണ്ടാക്കുന്ന പകൽ സമയങ്ങളാണ്. അതിന്റെ കോസ്റ്റും കാര്യങ്ങളും കുറയ്ക്കുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ EV കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ലോഡ് സ്റ്റെബിലൈസ് ചെയ്യാണല്ലോ സംഭവിക്കുന്നത് ബേസിക്കലി. പിന്നെ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ഓണിങ് ആൻഡ് EV. നമ്മൾ വാഹനം കാശ് കൊടുത്ത് മേടിക്കുകയാണ്, എന്നിട്ട് നമ്മൾ ചാർജ് ചെയ്തിട്ട് നമ്മുടെ വാഹനത്തിലെ കറണ്ട് ഗ്രിഡിലേക്ക് കൊടുത്ത് നമുക്കൊരു കാശ് കിട്ടുകയാണല്ലോ. അപ്പൊ നമുക്ക് ടോട്ടൽ കാശ് വരുന്നുണ്ട്, ഇൻഫ്ലോ ഉണ്ട് കാശ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഓണിങ് EV കുറയുകയാണല്ലോ. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഈ ലിങ്ക് ഞാൻ നമ്മുടെ ചാറ്റിലിടാം. നമുക്ക് ഇത് കാനഡിയൻ ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്കാണ്. ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി ആധികാരികമായിട്ട് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം.
ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അടുത്തത് എഫിഷ്യൻസിനെ പറ്റിയാണ് പോകുന്നത്. എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് കമ്പയർഡ് ടു ഫോസിൽ ഫ്യൂൾഡ് വെഹിക്കിൾ. ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്നുള്ളൊരു ഇതാണ്. ഇത് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള വെൽ ടു വീൽ എഫിഷ്യൻസി ചാർട്ടാണ് ബേസിക്കലി കാണിച്ചിരിക്കുന്നത്. വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇവിടെ പറയുന്നത് ഐസി എഞ്ചിന്റെ ഇന്റേണൽ കമ്പസ്റ്റൻ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൾ പവേർഡ് ആയിട്ടൊരു വെഹിക്കിളിന്റെ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. വെൽ ടു വീൽ എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്, വെൽ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന ആ ഒരു സ്റ്റേജ് മുതൽ വീലിലേക്ക് പവർ ഔട്ട് വന്ന് ആ ഒരു പോയിന്റിലേക്ക് അത്രയും ആ ഒരു സ്റ്റേജ് വരെ 2 സ്റ്റേജുകൾക്ക് ഇടയിലുള്ള ആ ടോട്ടൽ ഇതിനുള്ള ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ടെക്നിക്കലായിട്ട് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ ഈ ഡ്രൈവിങ്ങിന്റെ ഇവിടെ ഞാൻ ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്താണ് നമുക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഔട്ട് വന്ന സമയത്ത് നമുക്ക് ഫോസിൽ ഫ്യൂൾഡ് വെഹിക്കിൾ ആണെങ്കിൽ 20 to 35% ആണ് എഫിഷ്യൻസി ഉള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിൽ 85% എഫിഷ്യൻ്റ് ആണെന്നാണ് ശരിക്കും വെൽ ടു വീൽ എഫിഷ്യൻസി ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബേസിക്കലി ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. Compared to fossil fuel vehicle, EVs are highly efficient. അതാണ് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് കൺവീനിയൻസ് ഫാക്ടറിലേക്ക് പോവാം. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കൺവീനിയൻസ് ആണ് ഒരു EV യൂസ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഉണ്ടാവുക. ഫസ്റ്റ്, പീസ് ഓഫ് മൈൻഡ് ആണ്. അതുപോലെ തന്നെ ഈസി ടു ഡ്രൈവ് ആണ്. അത്രയും കാര്യങ്ങളാണ്. കാരണം ഈ നമുക്ക് ഗിയേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല EVയുടെ അകത്ത്. നമുക്ക് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫോസിൽ ഫ്യൂൾഡ് വെഹിക്കിൾസ് ആണെങ്കിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഗിയർ സിസ്റ്റംസ് അതിൻ്റെ അകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ടോർക്ക് കൺവെർട്ടർ ഉണ്ടാവാം, DCT ഉണ്ടാവാം, AMT ഉണ്ടാവാം, DCT ഉണ്ടാവാം. പല കമ്പനികൾക്കും പല പേരുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡാമേജ് പ്രോൺ ആണ് ഒരുപാട്. ഇപ്പോൾ വോക്സ്വാഗണിൻ്റെ ഒക്കെ DCT അല്ലെങ്കിൽ DSG, ഡ്യുവൽ ക്ലച്ച് മെക്കാനിക്സ് ഒക്കെ അവർ ഒരുപാട് ആ കമ്പനിക്ക് തന്നെ ഒരുപാട് കംപ്ലൈന്റുകൾ കാരണം മോശം പേര് വരുത്തിയിട്ടുള്ള ഒരു ഇതാണ്. പലർക്കും നമുക്ക് ഒരു വാഹനം എടുക്കുമ്പോൾ പീസ് ഓഫ് മൈൻഡ് നമുക്കൊരു സംഭവം സിമ്പിൾ ആണെങ്കിൽ അത് കംപ്ലൈന്റ് ആവില്ല എന്നൊരു ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് EVs മച്ച് സിമ്പിളർ ആണ്. ഗിയേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന് നടക്കാൻ പറ്റും. പിന്നെ പീസ് ഓഫ് മൈൻഡ് ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മൂവിങ് പാർട്സും കാര്യങ്ങളും മെക്കാനിക്കൽ പാർട്സും കുറവാണ്. അതുകൊണ്ട് തന്നെ വണ്ടി വളരെ ക്വയറ്റർ ആണ്. പിന്നെ ഭയങ്കര ഒരു കൺവീനിയൻസ് ഫാക്ടർ ഉണ്ട്. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ വാഹനം റീചാർജ് ചെയ്യാം, അല്ലെങ്കിൽ പമ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ മറന്നു പോയെങ്കിൽ തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് പോയി ടോപ്പായിട്ട് മീൻസ് പെട്ടെന്ന് ക്വിക്ക് ടോപ്പ് അപ്പ് കാര്യങ്ങൾ ചെയ്യാം. അപ്പം അങ്ങനെ ഒരു കൺവീനിയൻസ് ഫാക്ടർ ഉണ്ട്. പിന്നെ ലോവർ നമ്പർ ഓഫ് കോമ്പണൻസ് ആൻഡ് സിമ്പിൾ ഡ്രൈവ് ടൈം ഇൻ കമ്പാരിസൺ വിത്ത് IC എഞ്ചിൻ. അതുകൊണ്ട് ഹാർഡ്ലി റിക്വയർഡ് എനി മെയിൻ്റെനൻസ്. ലോവർ പാർട്സ് ആണ് കമ്പയർഡ് ടു IC എഞ്ചിൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് പാർട്സ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾസിനുള്ളൂ. അതുകൊണ്ട് തന്നെ റിക്വയർഡ് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ബേസിക്കലി നമുക്ക് ഇതിൻ്റെ അകത്ത് വൈപ്പർ ഫ്ലൂയിഡ്, അതുപോലെ തന്നെ ബാറ്ററി ഹീറ്റ് ആവാതിരിക്കാനുള്ള ഫ്ലൂയിഡ് അതിൻ്റെ അകത്ത് കൂടെ ഓടുന്നുണ്ടാവും. അതുപോലെ തന്നെ ബ്രേക്ക് പാഡ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വേറെ ആൻഡ് വരുന്ന വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമുക്ക് പീരിയോഡിക്കലി മാറ്റേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഫോസിൽ ഫ്യൂൾഡുള്ള പെട്രോളോ ഡീസലോ വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയർ ആയിരിക്കാം, അല്ലെങ്കിൽ 50,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 1 ഇയർ, അല്ലെങ്കിൽ 30,000 2 ഇയർ. അതിനൊക്കെ പീരിയോഡിക്കലി മെയിൻ്റെനൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിനൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കയ്യിൽ നിന്ന് നമുക്ക് സ്പെൻഡിങ് വരികയും ചെയ്യും ഓരോ പാർട്സ് മാറുന്നതിന്. ഇപ്പം ഞാനിപ്പോൾ ഈ നമുക്ക് വിയർ ആൻഡ് ടിയറിൻ്റെ കാര്യം പറഞ്ഞു, ബ്രേക്ക് പാഡിൻ്റെ കാര്യം പറഞ്ഞു. ബ്രേക്ക് പാഡ് ആണെങ്കിൽ പോലും നമുക്ക് കമ്പയർഡ് ടു ഫോസിൽ ഫ്യൂൾ വെഹിക്കിൾ നമുക്ക് വളരെ കൂടുതൽ നാൾ അതിന് പോലും വേറെ കുറവാണ്. കാരണം നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ അകത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അധികമായിട്ട് അടുത്ത സ്ലൈഡിൽ പറയാം. അതിന് മുമ്പ് അടുത്തൊരു പോയിന്റ് കൂടി പറയണം, കൺവീനിയൻസ് പോയിന്റ്. ബേസിക്കലി നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളിന് എഞ്ചിൻ ഇല്ല ഫ്രണ്ടിൽ. നമുക്ക് ബാറ്ററി നമ്മുടെ ചേസിന്റെ മുകളിൽ ബാറ്ററി സ്റ്റാക്ക് ചെയ്തേക്കാണ്. അതിന്റെ മുകളിൽ ചെറിയ 2 മോട്ടോർ ഫ്രണ്ടോ ബാക്കോ ഡിപ്പെൻഡ്സ് ഓൺ കമ്പനിയാണ്. 2 ഫ്രണ്ട് വീൽ ഡ്രൈവോ ബാക്ക് വീലോ അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവോ ഉള്ള വാഹനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സ്പേസ് ക്ലെവറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടെസ്ല മോഡൽ എസിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലും ബൂട്ടുണ്ട്, ബാക്കിലും ബൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും സ്പേസ്, ലാർജ് ഇന്റീരിയർ സ്പേസ്, അത് നമുക്ക് ക്ലെവറായിട്ട് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഫാമിലിക്കാണെങ്കിലും നമുക്കൊരു സെഡാൻ മേടിച്ചാൽ തന്നെ ഒരുപാട് സ്പേസ്, സെഡാൻ മേടിച്ചാൽ തന്നെ നമുക്ക് സ്പേസ് വളരെയധികം അവൈലബിൾ ആയിരിക്കും. ഇനി ഞാനിവിടെ പറഞ്ഞ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനെ പറ്റി നമുക്കൊന്ന് ആധികാരികമായിട്ട് നോക്കാം. എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നുള്ളത്? റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിളിൽ എനർജി വേസ്റ്റ് ആവുന്നത് റിക്കവർ ബ്രേക്കിങ്ങിന്റെ സമയത്ത് ലോസ് ആവുന്ന എനർജി റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ ബേസിക്കലി കൈനറ്റിക് എനർജി, വാഹനം മൂവ് ചെയ്യുന്ന വാഹനത്തെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാണ് ബ്രേക്ക് ചെയ്യുമ്പോൾ ബേസിക്കലി സംഭവിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട്
ലോസ് ആവുന്നതിനെ നമ്മൾ അത് റിക്കവർ ചെയ്തെടുക്കുകയാണ്. ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോൾ ഫ്രണ്ടിലോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോട്ടോർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങി ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ആ സ്ലോ ചെയ്യണ ഫോഴ്സ് വെച്ചിട്ട് ആ കറങ്ങുന്ന ജനറേറ്റർ കറങ്ങാൻ നേരത്തുണ്ടാകുന്ന പവർ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ ജനറേറ്റ് ചെയ്യുന്ന പവർ ബാറ്ററി സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ റേഞ്ച് കൂട്ടാനായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് പിന്നെ മോട്ടറിലേക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബേസിക്കലി റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി എഫിഷ്യൻസി കൂടുകയാണ്, കാരണം റേഞ്ച് കൂടുകയാണ്. നമ്മൾ ആ ലോസ് ആവുന്ന പവർ എടുത്തിട്ട് കൊടുക്കുകയാണല്ലോ, അത് തന്നെയാണ് എക്സ്റ്റൻഡ് റേഞ്ചും താഴെ ഇരിക്കുന്നത്. പിന്നെ റെഡ്യൂസ് വിയർ ആൻഡ് ടയർ. റീജനറേറ്റീവ് ബ്രേക്കിംഗ് പുട്സ് ലെസ് സ്ട്രെയിൻ ഓൺ മെക്കാനിക്കൽ ബ്രേക്സ് ലീഡിംഗ് ടു റെഡ്യൂസ് മെയിൻ്റെനൻസ് ആൻഡ് ലോങ്ങർ ബ്രേക്ക് പാഡ് ലൈഫ്. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആവുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇൻ എഫക്റ്റ് വന്നു കഴിയുമ്പോൾ നമുക്കൊരു എഞ്ചിൻ ബ്രേക്കിങ്ങിന്റെ ഫീൽ ആയിരിക്കും. അതുകൊണ്ട് ബ്രേക്ക് പിടിക്കാതെ തന്നെ വാഹനം സ്ലോ ഡൗൺ ആവും. ഇതിന്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വെഹിക്കിളും പല ടൈപ്പ് ആയിരിക്കാം. ചില വെഹിക്കിളുകൾ വാഹനങ്ങൾ നമുക്ക് സ്വിച്ചുകൾ ഉണ്ടാവാം, ലോ, മീഡിയം, ഹൈ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോൾ വണ്ടി പെട്ടെന്ന് സ്ലോ ആവും. ലോ ആണെങ്കിൽ ചെറിയൊരു പിടുത്തം ഉണ്ടാവുള്ളൂ. അത് യൂസർ എക്സ്പീരിയൻസ് പല ടൈപ്പ് ആയിരിക്കും ആൾക്ക് തോന്നാം. യൂസർ എക്സ്പീരിയൻസ് ഇറ്റ് ക്യാൻ മിമിക് എ ഫീൽ ഓഫ് എഞ്ചിൻ ബ്രേക്കിംഗ് ഇൻ കൺവെൻഷണൽ വെഹിക്കിൾ. സാധാരണ വാഹനങ്ങളിൽ നമ്മൾ ഗിയർ ഇട്ടിട്ട് മീൻസ് എഞ്ചിൻ ബ്രേക്കിംഗ് യൂസ് ചെയ്തിട്ട് വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, സ്പീഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇറക്കുകയാണെങ്കിൽ ഗിയർ തേർഡിലിട്ടൊക്കെ ഇറക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ആക്സിലേറ്ററിൽ കാലെടുത്ത് അവിടെ സംഭവിക്കുക. അത് മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പെഡൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ബേസിക്കലി ആക്സിലേറ്ററിൽ കാല് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന്റെ സ്പീഡ് കൂടുന്നു, ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിന്റെ സ്പീഡ് കുറയുന്നു. അപ്പൊ നമ്മൾ ബ്രേക്കിങ്ങിന്റെ യൂസ് ഇവിടെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക് പാഡിന് ലൈഫ് കൂടുതൽ കിട്ടുന്നത്. ബൈ റെഡ്യൂസിംഗ് എനർജി ഇൻക്രീസിംഗ് എഫിഷ്യൻസി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഡിക്രീസ് ദ ഡിമാൻഡ് ഫോർ റോ മെറ്റീരിയൽ യൂസ് ഫോർ ബ്രേക്ക് പാഡ് റീപ്ലേസ്മെന്റ്. നമുക്ക് എപ്പോഴും മാറ്റേണ്ടി വരാത്തതുകൊണ്ട് റോ മെറ്റീരിയൽസ് മീൻസ് ബ്രേക്ക് പാഡ്സ് ഒരുപാട് മാറേണ്ടി വരില്ല. അപ്പൊ അതിന്റെ ഡിമാൻഡ്സ്, റോ മെറ്റീരിയൽസിനുള്ള ഡിമാൻഡ്സ് വലിയൊരു ഇഷ്യൂ ആയിട്ട് വരില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം ഹോണ്ട കാനഡയുടെ. Regenerative braking is a technology found on electrified Honda vehicles. When your foot is lifted off the accelerator, the electric motor naturally slows the vehicle. This system automatically captures excess energy that would otherwise be lost and uses it to recharge the battery. The system operates automatically when coasting or using the brake pedal. This may extend your electric driving range, reduce how much you need to use the brake pedal, and reduce wear on your brake pads. Drivers who have never experienced regenerative braking may notice a different sensation when their foot is lifted off the accelerator because the vehicle will immediately start to slow down. How quickly the vehicle slows down without using the brakes can be adjusted to suit the driver's preference or driving conditions using the left or right deceleration paddle selectors. നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞത് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് സെറ്റ് വെക്കുന്നതാണ്. ഞാൻ റീജനറേഷന്റെ മോഡ് ഹൈ, ലോ അല്ലെങ്കിൽ മീഡിയം എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. നമുക്ക് സ്വിച്ച് വെച്ചിട്ട് പല വാഹനങ്ങളും പലതായിരിക്കാം. അപ്പൊ ഹോണ്ടയുടേത് എങ്ങനെയാണെന്നുള്ളതാണ് ആ ഒരു വീഡിയോ കാണിച്ചത്. എല്ലാവർക്കും റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താണെന്നൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ആർ മച്ച് സേഫർ ദാൻ ഫോസിൽ ഫ്യൂൽ വെഹിക്കിൾ അല്ലെങ്കിൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ്. നമുക്ക് ലോവർ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ഇലക്ട്രിക് വെഹിക്കിളിലെല്ലാം തന്നെ. കാരണം ബാറ്ററീസ് ആണ് ചേസിസിൽ വെച്ചിരുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത് താഴോട്ടാണ്. അതുകൊണ്ട് സെൻട്രൽ ഗ്രാവിറ്റിയും താഴെയായിരിക്കും. അതുകൊണ്ട് റോൾ ഓവർ, അതുപോലെ ആക്സിഡന്റ് വന്നാലും വണ്ടി മറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കും. ഭയങ്കര നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും വാഹനത്തിന്. പിന്നെ ക്രാഷ് വർത്തിനെസ് കൂടുതലായിരിക്കും. ക്രാഷ് വർത്തിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനം ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ ബോഡി എന്തുമാത്രം ഇമ്പാക്ട് അബ്സോർവ് ചെയ്യുന്നുള്ളതാണ് ക്രാഷ് വർത്തിനെസ് എന്ന് പറയുന്നത്. ശരിക്കും EV ഡിസൈൻ വിത്ത് അഡ്വാൻസ് മെറ്റീരിയൽ സ്ട്രക്ചർ ടു ബി ക്രാഷ് വർത്തി. ബേസിക്കലി അഡ്വാൻസ് മെറ്റീരിയൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി നമ്മൾ സ്റ്റാക്ക് ചെയ്തിട്ട് അതൊരു പ്രത്യേക സ്ട്രക്ചറിന്റെ അകത്ത് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അപ്പൊ സൈഡിൽ നിന്ന് ഇമ്പാക്ട് വന്നാലും നല്ല റിജിഡ് ആയിട്ട് തന്നെയായിരിക്കും വണ്ടിയുടെ ബോഡി ഇരിക്കുള്ളൂ. ബാറ്ററി എൻക്ലോഷർ ഓഫൻ ആർട്ട് സ്ട്രക്ചർ ഇന്റഗ്രിറ്റി കൊണ്ടുപോയിട്ട് പാസഞ്ചർ സേഫ്റ്റി, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടൽ ക്രാഷ് പെർഫോമൻസ് മച്ച് ബെറ്റർ ആണ്. നമുക്ക് നമ്മുടെ ഫോസിൽ ഫ്യൂൽ
വെഹിക്കിളിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് മരണപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത് ഫ്രണ്ടിലാണ്. വാഹനങ്ങൾ ഇടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എഞ്ചിനെ പാടി ക്യാബിന്റെ അകത്തേക്ക് പോവുകയാണ് സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് ക്രംബിൾ സോൺ EVയുടെ കേസിൽ ഫ്രണ്ടിൽ എഞ്ചിൻ ഇല്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ക്രംബിൾ സോൺ ഉണ്ട്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാലും ആ എനർജി അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ഏരിയ അവിടെ ഉണ്ട്. ദിസ് പ്രൊവൈഡ് മോർ ക്രംബിൾ സോൺ സ്പേസ് ഫോർ അബ്സോർബിങ് ഇമ്പാക്ട് എനർജി. അത് തന്നെയാണ് പറയുന്നത്. പിന്നെ അഡ്വാൻസ് സേഫ്റ്റി ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ്, മോഡേൺ ആയിട്ടുള്ള അഡ്വാൻസ് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം EVസിൽ അവൈലബിൾ ആണ്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഓട്ടോണമസ് എനർജി ബ്രേക്കിംഗ്, അതുപോലെ തന്നെ ഓട്ടോണമസ് ഡ്രൈവിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ കൂടുതൽ സേഫ് ആവുകയാണ് വാഹനം. പിന്നെ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ ആ EVയുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളും സേഫ്റ്റിയുടെ ആസ്പെക്ട്സ് ഒന്ന് കാണിക്കാനായിട്ട് 2 വീഡിയോ കാണിക്കാം. ഒന്ന് ടെസ്ലയുടെ മോഡൽ എക്സും ഒന്ന് മോഡൽ എസ്. മോഡൽ 3 ആണ്, സോറി, മോഡൽ 3യുടെ ഒരു ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ കിട്ടിയതും പിന്നെ എന്തുകൊണ്ട് മോഡൽ എക്സ് ടംബിൾ ചെയ്യില്ല എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. The test will commence in 4 seconds. 3, 2, 1. This crash looks bad, but you'd actually be safer than you think. Much in part thanks to a key missing component, an engine. And it's one of the many features that makes Tesla's Model 3 sedan ultra safe in crashes. This test is called a frontal offset test. And this car? Tesla's much anticipated Model 3. It's an all-electric plug-in, meaning that the front compartment doesn't have an engine like a normal combustion car would. Instead, all the empty steel and aluminum at the front of the car crumples, drawing the shock of the crash away from the occupants. Look at this footage of the cabin. The passengers are entirely unscathed. In fact, in this test conducted by safety experts Euro NCAP, the dummies representing the driver and passenger were green across the body, meaning the two were well protected. A large crumple zone isn't the only special feature that makes the Model 3 safe. The Model 3 received top overall marks in multiple tests, like roof strength, head restraints and seats tests, and autonomous driver assistance systems tests. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീഡിയോയിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ടിലെ എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് ക്രംബിൾ സോൺ കൂടുതൽ കിട്ടും എന്നുള്ള കാര്യം അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ഇതാണ് മെയിനായിട്ട് അവർ ആ വീഡിയോ പറഞ്ഞത്. നമുക്ക് ആ മോഡൽ എക്സിന്റെ വീഡിയോ ലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. This Model X refuses to roll over. Unlike most SUVs, which tend to roll over with ease, the Model X continues to return to an upright position. Here's why the Model X was the first SUV to receive a perfect crash test rating. When it comes to vehicle safety, size matters, so it's not uncommon for SUVs to be generally safer than your standard sedan. However, they tend to have one big shortcoming: rollovers. SUVs are notorious for having a high center of gravity, causing them to roll over when put into tight maneuvering situations or a side impact. Rollovers can result in the partial or full ejection of passengers from the vehicle, increasing the chances of injury or death. In 2016, rollovers happened in 1% of serious crashes in passenger vehicles, but accounted for 1/3 of collision-related deaths. Over the past 3 decades, automakers have been able to reduce the frequency of rollovers in vehicles with technology and more stable designs. However, once a serious impact occurs, it's just basic physics. A higher center of gravity increases the likelihood of a car tipping or rolling over. The National Highway Traffic Safety Administration, or NHTSA, is the only organization that tests rollover resistance. They also test frontal crashes and side impacts from a pole and barrier. After each test, they measure readings from a dummy to determine how much damage a real person is likely to sustain. They use this data to determine a safety rating in each category and an overall safety rating for the vehicle. Amongst its many luxury features, the Model X hosts active safety technology, such as collision avoidance systems and automatic emergency braking. But what sets the Model X apart is its design.
Like other Teslas, the Model X has a large, rigid battery pack located on the floor of the vehicle. This gives the Model X a much lower center of gravity than your average SUV. In the event of a collision that would normally cause an SUV to roll over, this would happen instead. But rollovers are just one aspect of the safety test. Since the Model X is an electric vehicle, there's no need for mechanical components in the hood of the car. This allows for a much larger crumple zone to absorb energy from a frontal crash. It also has specially made side sills that absorb energy in addition to its rigid side pillars. These features help reduce the force exerted on passengers and increases their protection. കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. പക്ഷെ അതിൻ്റെ അതൊരു വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് വാഹനങ്ങൾ മറിക്കുന്നത്, മീൻസ് എസ്പെഷ്യലി SUVs എന്തുകൊണ്ടാണ് പെട്ടെന്ന് മറിയുന്നത്. ഹയർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് അത് മറിയുന്നത്. പക്ഷേ നമുക്കിവിടെ ലോവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്, അതുകൊണ്ട് വാഹനം പെട്ടെന്ന് മറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായിട്ടുണ്ടാവാം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇതിലേക്ക് പോവാം. The test will commence in 4 seconds. 3, 2. നമുക്കിനി ഒരു എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളത് നോക്കാം. ശരിയാണ്, ഇലക്ട്രിക് വെഹിക്കിളിന് ഇനിഷ്യൽ പർച്ചേസ് കോസ്റ്റ് കൂടുതലാണ്, ബട്ട് ഓവർ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്. മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചീപ്പായിരിക്കാം. അതുകൊണ്ട് ഗവൺമെൻറ് സബ്സിഡീസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ലോങ് റണ്ണിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എപ്പോഴും കുറവായിരിക്കാം. അതാണ് നമുക്ക് മെയിനായിട്ടുള്ള ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ സബ്സിഡീസാണ് നമുക്കിപ്പോൾ കാനഡയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഫെഡറൽ ഇൻസെൻറ്റീവ് ഫോർ സീറോ എമിഷൻ വെഹിക്കിൾ ഐസേവ് എന്നൊരു ഇൻസെൻറ്റീവ് സ്കീം ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക്. അത് ഇലക്ട്രിക് വെഹിക്കിളിനും പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസിനും അവൈലബിൾ ആണ്. അതിനുള്ള ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്നൊരു വാഹനത്തിന് ഇലക്ട്രിക് വെഹിക്കിൾ റേഞ്ച് ഗ്രേറ്റർ ദാൻ 50 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 CAD കനഡിയൻ ഡോളേഴ്സ് ഇൻസെൻറ്റീവ്സിന് നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഈ ഇലക്ട്രിസിറ്റിയിൽ മാത്രം മീൻസ് ബാറ്ററി മോഡിൽ തന്നെ 50 കിലോമീറ്ററിന് മുകളിൽ ഓടുകയാണെങ്കിൽ, ഇനി 50 കിലോമീറ്ററിന് താഴെയാണെന്നുണ്ടെങ്കിൽ 2,500 CAD കനഡിയൻ ഡോളറിന് എലിജിബിലിറ്റി ഉണ്ട്. ഇതാണ് ഒരു ഇൻസെൻറ്റീവ് സ്കീംസ് നമുക്ക് അവൈലബിൾ ആയിട്ട്. ഇതുകൂടാതെ പ്രൊവിൻസ് മാറുന്നതനുസരിച്ച് പല സ്കീമുകളും അവൈലബിൾ ആണ്. പിന്നെ ബെനിഫിറ്റ്സിനെ പറ്റി കൂടുതൽ എന്താ പറയുക, നമുക്കൊരു കുറച്ചുകൂടി വിഷ്വലായിട്ടൊന്ന് കുറച്ചുകൂടി ഒരു വീഡിയോ കണ്ടു നോക്കാം. Let's start with savings. Electric cars could potentially help you save hundreds of dollars a month in fuel alone. For every mile driven, the cost to recharge with electricity at home is a fraction of what that same mile costs in gasoline. And most electric car owners charge at home, where many utility providers offer EV drivers lower rates during off-peak hours. Lower maintenance costs are another attraction. Electric cars have fewer moving parts than gasoline vehicles. There are no oil changes, no transmission rebuilds, and wear and tear on the braking system is reduced because of regenerative braking. While electric vehicles are generally priced higher than standard cars, most electric cars are eligible for financial incentives from federal, regional, and even local authorities that can lower their total cost of ownership. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒന്നുകൂടി അവരും പറഞ്ഞത്. അടുത്തൊരു ഇതിലേക്ക് പോകാം. വാഹനത്തിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. Engines. You won't sacrifice performance by going electric either. Electric cars are smoother and quieter than gasoline vehicles, and they also offer impressive acceleration. Electric motors deliver peak torque instantaneously. You don't have to wait for the power to build like in a gas car. In 2022, JD Power engines. You won't sacrifice performance. നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളിൽ നമുക്ക് ടോർക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കിട്ടും. നമുക്ക് ഫോസിൽ ഫ്യൂൾഡ് വെഹിക്കിൾ പോലെയല്ല, ഒരു RPM റീച്ച് ചെയ്താലാണ് മാക്സിമം പവർ ഔട്ട്പുട്ട് വരും. അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇലക്ട്രിക് വെഹിക്കിളിനില്ല. ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ടോർക്കും പവറും നമുക്ക് കിട്ടും. അത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഭയങ്കരമായിരിക്കും വാഹനത്തിൻ്റെ. അതാണ് അവരതിൻ്റെ അകത്ത് പറയുന്നത്. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയാണ് ഞാൻ ഇവിടെ ഈ ഒരു സെക്ഷനൊക്കെ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. അതുമാത്രമല്ല, നമ്മുടെ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള EV ന്യൂസുകൾ,
അതുപോലെ തന്നെ ഏതൊക്കെ കാഴ്സിനാണ് ഇൻസെൻറ്റീവ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മുടെ അപ്കമിങ് ഈവൻറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. Okay. Thank you, Vishnu. No problem. Stop recording.